ഹായ് ഗായ്സ്, ലക്കി ഫാമിലിയിലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം പാർട്ട് 1 നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ചേച്ചിയുടെ ഡെലിവറി ഇന്നലെ ആയിരുന്നു, 9-ാം തീയതി ആയിരുന്നു. അപ്പം ഞാൻ ബാക്കി വിശേഷങ്ങൾ, കുറേ വിശേഷങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കാണ്ട് നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും. ചേച്ചി ഒരു തേയില വേണമെന്ന് പറഞ്ഞാൽ തേയിലയും ഒരു പാർലേജ് ബിസ്ക്കറ്റും പോയി വാങ്ങി. ചേച്ചി ഇപ്പോൾ വെളിയിരിപ്പുണ്ട്. അമ്മ മുടിയെല്ലാം കെട്ടി കൊടുത്ത് വേണം ഇവിടെ വന്ന ശേഷം മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുത്ത് ചേച്ചി അടുത്ത ലേബർ റൂമിലോട്ട് പോകാൻ പോവുകയാണ്. അടുത്ത് ലക്കിക്കുട്ടിനെ ആൺഭാവയാണോ പെൺഭാവയാണോ എന്ന് നോക്കിനി ഒരു ഏതാനും നിമിഷത്തിനുള്ളിൽ നമുക്കറിയാം. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് അറിയാമായിരിക്കും. അപ്പം അതിനുവേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്കി വീട്ടിലായിട്ട് മുന്നേറാം. ഇന്നലെ വൈകുന്നേരമൊക്കെ മെഡിസിൻ വെച്ചിട്ട് വേറെ പെയിനൊന്നും അങ്ങനെ വലുതായിട്ടുണ്ടായില്ല. അപ്പം അടുത്ത ദിവസം തിങ്കളാഴ്ച രാവിലെ വരാൻ പറഞ്ഞു. നമ്മളിപ്പോൾ വന്ന് തേയിലയും ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇന്ന് ഡെലിവറി ഡെലിവറി എന്തായാലും കാണും. എല്ലാവരും പറഞ്ഞു. ബാബു എവിടേക്ക്? എവിടെ? അകത്ത് പോയാ? ലക്കി കൊണ്ടുപോയില്ലേ? ആര്? ബാബു എവിടെ? അങ്ങ് പോയാ? ബാബു ഇഞ്ഞു വരും. ബാ ഇഞ്ഞു ബാബു ഇപ്പൊ വരും. ബാബയും കൊണ്ട് ഇപ്പൊ വരും. ബാബയും കൊണ്ട് ഇപ്പൊ വരും. ലക്കിഞ്ഞോ ഉപ്പു അങ്ങ് വിറ്റൂടാ. ബാവയും കൊണ്ട് ഇപ്പൊ വരും ബാബു. വാ ഇപ്പൊ വരും. സമയം 10 മണിയായി രാവിലെ. ലക്കിയും കുറേ നേരം കൊണ്ട് അവൻ്റെ അമ്മയ്ക്ക് വെയിറ്റ് ചെയ്യണതാ. അമ്മയും ഞാനും അച്ഛനും എൻ്റെ വെളിയിരിപ്പുണ്ട്. ചേച്ചി പ്രസവം ഇപ്പം വെളിയിലോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു ബാബയെ. അപ്പം അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റും. അമ്മയുടെ സൈഡിൽ മേടിക്കാം.
ചേച്ചി എടുക്കും. ഇതിൻ്റെ ഇതായിരുന്നാളിയാ ഇങ്ങനെയായിരുന്നാളിയാ ഇങ്ങനെ മേടിക്കണേ ഞാൻ വിചാരിച്ച പരിപാടി ലൈവ് ഇതായിരുന്നു. ഇറങ്ങി വന്നപ്പോൾ ആ വീഡിയോയെല്ലാം കണ്ടില്ലേ. അപ്പം മെയിനായിട്ട് ചേട്ടൻ വരുമെന്ന് ഭയങ്കരമായിട്ട് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ചേട്ടന് വരാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും പറയാം. അപ്പം ബേബി എല്ലാവരും ഗേളാണോ ബോയ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. ബേബി ക്യൂനാണ്, പെൺഭാവയാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത്. നമ്മളെല്ലാവരും ആഗ്രഹിച്ച് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് പെൺഭാവയ്ക്കായിരുന്നു. അല്ല ആൺഭാവയായിരുന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതെല്ലാം പറഞ്ഞ് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മൾ ഫാമിലി തന്നെ എല്ലാവർക്കും ആൺഭാവയാണ് കേട്ടോ. എല്ലാവരും ആണുങ്ങളാണ് കൂടുതലുള്ളത്. അപ്പം ഭയങ്കരമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് ഒരു പെൺഭാവ കിട്ടാൻ വേണ്ടി. അങ്ങനെ ചേച്ചി പെൺഭാവയായിരുന്നു, ചേച്ചി കിട്ടി പെൺഭാവയായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ പേരും അവൾക്കൊരു പേരിട്ടിട്ടുണ്ട്. അതെല്ലാം അടുത്ത വീഡിയോയിലൂടെ നിങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നതാണ്. എന്നാൽ ഇപ്പം തന്നെ ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ചേച്ചി നാളെ അവിടുന്ന് വിടത്തുള്ളൂ. കുറേ കാര്യങ്ങൾ ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഹോസ്പിറ്റൽ അതിൻ്റെ ഇടയ്ക്ക് ലക്കി പനിയൊക്കെ ആയിരുന്നു. പനിയൊക്കെ ഇപ്പോൾ മാറി ഓക്കെ. ഞാൻ ലക്കിയെ കൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു വാവ അവിടെ കിടക്കുകയില്ല. അപ്പം ലക്കി പനിയൊക്കെ ആയി കഴിഞ്ഞാൽ ഇതായതുകൊണ്ട് ഇവിടുന്ന് വീട്ടിൽ വന്ന് അവൻ്റെ പനിയെ കുറച്ച് കുറഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയത് തന്നെ. ഇപ്പോൾ എല്ലാവരും ഓക്കെയാണ്. ഇപ്പോൾ ലക്കി കുഴപ്പമൊന്നും, ലക്കി ഓക്കെ ആയി. ഇനി എന്തായാലും മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ എന്തായാലും മിസ് ചെയ്ത് കാണുക. ഓക്കെ ഗൈസ്, ബൈ.